ഹലോ, ഞാൻ കമർബാൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ ഒരു 6 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുക. ഇതെൻ്റെ 7ാമത്തെ വീഡിയോ ആണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് ദോശയും ഒരു ബീട്രൂട്ടിൻ്റെ ഒരു ദോശയും അതിൻ്റെ കൂടെ ഒരു തേങ്ങായും ബദാമും കൂടെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ചട്നിയും കൂടിയാണ്. ഇത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ ക്യാരറ്റിൻ്റെ ഓറഞ്ച് കളറും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ആ റെഡ് കളറും തേങ്ങാ ചട്നിയുടെ വൈറ്റ് കളറും കൂടി ചേർന്നിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതുമാണ്. കുട്ടികൾക്ക് കുറേ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ അത്രയധികം പോഷക സമ്പുഷ്ടവുമായ ഒന്നാണ്. അപ്പം നമുക്ക് നമ്മുടെ ദോശ ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഓക്കെ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ദോശയും ബീട്രൂട്ട് ദോശയുമാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: 1 കപ്പ് പച്ചരി, ഒരു ചെറിയ സ്പൂണിന് ഒരു 3 സ്പൂൺ പുഴുങ്ങലരി, എത്രയാണോ പച്ചരി എടുക്കുന്നത് അതിൻ്റെ 1/3 ഉഴുന്ന്, ഒരു ചെറിയ സ്പൂണിന് ഒരു 1/4 സ്പൂണോളം ഉലുവ. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് ഒരു 4 മണിക്കൂർ കുതിർത്ത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു 6-7 മണിക്കൂർ പുളിക്കാനായി വയ്ക്കാം. അപ്പം ഞാൻ ഒരു 4 മണിക്കൂർ വെള്ളത്തിയിട്ട് കുതിർത്തിട്ട് ഒരു 6-7 മണിക്കൂർ കുതിർത്ത് നന്നായി അരച്ച് ഒരു 6-7 മണിക്കൂർ വെച്ച് പുളിപ്പിച്ചെടുത്ത മാവാണിത്. ഈ ഒരു മാവിൻ്റെ പകുതി എടുത്തിട്ട് അതിൽ നമുക്ക് 2 ക്യാരറ്റ്, ഒരു പച്ചമുളകിൻ്റെ പകുതി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും നന്നായിട്ട് അരച്ചെടുക്കണം. ക്യാരറ്റിൻ്റെ തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ ബാക്കി മാവിൽ ഒരു പകുതി ബീട്രൂട്ട്, ഇതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പകുതി പച്ചമുളക്, ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഞാനിത് അരച്ച് കൊണ്ടുവരാം. ഞാനത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത ആ ദോശമാവ്, അതിനകത്ത് ഒരു 2 ക്യാരറ്റും ഒരു പകുതി പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അരച്ചെടുത്തത്. ഇത് ആ ബീട്രൂട്ടും പകുതി ബീട്രൂട്ടും ഒരു അര പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അരച്ചെടുത്തത്. ഇത് നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ടാണ്. ചമ്മന്തിക്ക് വേണ്ടി ഈ ഒരു കപ്പിന് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 20 ബദാം വെള്ളത്തിലിട്ട് കുതിർത്ത് തൊലി കളഞ്ഞത്, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ചെറിയ ഉള്ളി, ഇത്രയുമാണ് ചമ്മന്തിക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചമ്മന്തിയുടെ മുകളിൽ വറുത്തിടാനായി 2 ഉണക്കമുളക്, ഒരു ചെറിയ ഉള്ളി, കറിവേപ്പ്, എണ്ണ, ഉപ്പ്, കടുക് എന്നിവ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ചമ്മന്തി ഒന്ന് അരച്ചു കൊണ്ടുവരാം. എന്നിട്ട് ദോശ ചുടാൻ തുടങ്ങാം. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ ആ 20 ബദാം, 20-22 എണ്ണം ഉണ്ടാവും. പിന്നെ നമുക്ക് ആ ചെറിയുള്ളി എടുക്കാം. ആ പച്ചമുളക് ഇടാം. പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. അപ്പം ഞാനിത് ഒത്തിരി എരിവില്ലാത്ത മുളകിൻ്റെ ഒരു 3 എണ്ണം ചേർത്തിട്ടുണ്ട്. ഞാനിപ്പം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പം ഞാൻ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് മിക്സിയിൽ അരച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കേണ്ടി വരും. ഒത്തിരി അങ്ങ് അരയുകയും വേണ്ട, എന്നാൽ അരയാതിരിക്കുകയും വേണ്ട. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്കിപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ചമ്മന്തിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുകയാണ്. അതിലേക്ക് ഒരു സ്പൂൺ മതിയാവും. 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് കടുക് ഇടുകയാണ്.
കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ എടുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുളക് ചേർക്കുകയാണ്. ഫ്ലെയിം ഓഫാക്കുകയാണ്. എടുത്ത കറിവേപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചമ്മന്തി ചൂടാക്കേണ്ട ആവശ്യമില്ല, ബദാമും എല്ലാം ചേർത്തിരിക്കുന്നതുകൊണ്ട് ചമ്മന്തി ജസ്റ്റ് ഒന്ന് അരച്ച് വെച്ചാൽ മതിയാവും. ഓക്കെ, ഇനി നമ്മുടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പിലേക്ക് വെക്കുകയാണ്. ഫ്ലെയിം ഓണാക്കി കൊടുത്തു. പാൻ നമ്മുടെ പാൻ ഇപ്പം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള ആ മാവിൽ നിന്നും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2-3 സ്പൂണ് ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അത് ആ പാനിൽ പരത്തി കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പോഴേ. ഇതിന് മുകളിലായി നമുക്ക് കുറച്ച് നെയ്യ് വീഴ്ത്തി കൊടുക്കാം. നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വീഴ്ത്തിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണയോ മറ്റെന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് നെയ്യ് ഇഷ്ടം വേണ്ട, ഞാൻ കുറച്ച് വീഴ്ത്തുന്നത്. അപ്പോൾ നെയ്യ് ആവശ്യത്തിന് വീഴ്ത്തിയാൽ മതിയാവും. നിങ്ങൾക്ക് ഒരു 1/4 സ്പൂൺ മതി എന്നുണ്ടെങ്കിൽ അത്രയും വീഴ്ത്തിയാൽ മതി. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ വീഴ്ത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാനാകുമ്പോഴത്തേക്ക് നെയ്യ് കുറച്ച് കൂടുതൽ വീഴ്ത്തുന്നതായിരിക്കും നല്ലത്. കുട്ടികൾ നെയ്യ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന പിള്ളേരാണ്. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചുരുട്ടിയെടുക്കാം. പാൻ കൂടുതൽ ചൂടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇത് വീണ്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ദോശ റെഡി ആയിട്ടുണ്ട്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബദാമിൻ്റെ ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ തീർച്ചയായും ഇതുണ്ടാക്കി നോക്കുമെന്ന് കരുതുന്നു. താങ്ക് യു. ബൈ ബൈ.